യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 30-ാം തിരുവചനം. അവൻ പുറത്തേക്ക് പോയി, അപ്പോൾ രാത്രിയായിരുന്നു, അപ്പോൾ ഇരുട്ടായിരുന്നു. ഈ അവൻ യൂദാസാണ്. പോയത് നിത്യപ്രകാശത്തിൽ നിന്നാണ്. ഒരിക്കലും ഒളിമങ്ങാത്ത, പ്രകാശം കുറയാത്ത നിത്യപ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയ യൂദാസ് ഇത്തിരി കഴിയുമ്പോൾ മനുഷ്യനിർമ്മിതമായ പ്രകാശം കൊണ്ട്, വചനം പറയുന്നു, അവൻ്റെ കയ്യിൽ വിളക്കുകളും പന്തങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യനിർമ്മിതമായ പ്രകാശം കൊണ്ട് ഇരുട്ടിനെ മറികടക്കാൻ ശ്രമിച്ച് നിത്യപ്രകാശമായി കർത്താവിനെ തേടി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇരുട്ടാക്കാൻ എളുപ്പമാണ്, കണ്ണടച്ചാൽ മതി. പക്ഷേ നീ മാത്രമേ ഇരുട്ടിലാകൂ, ലോകം ഇരുട്ടിലാവില്ല. നീ കണ്ണടച്ചിട്ട് ഇരുളാണേ, ലോകം മുഴുവൻ ഇരുളാണേ എന്ന് നിലവിളിക്കരുത്. നിലവിളിച്ചിട്ട് കാര്യമില്ല. അത് നിന്റെ അജ്ഞതയാണ്, അത് നിന്റെ അന്ധകാരമാണ്. ലോകം പ്രകാശത്തിലാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 23-ാം തിരുവചനം പറയും, നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കാം. ചിന്തയിൽ ഇരുട്ടാകാം, ഭാവനയിൽ ഇരുട്ടാവാം, പ്രവർത്തനത്തിൽ ഇരുട്ടാവാം, ജീവിതത്തിൽ ഇരുട്ടാകാം. അതുകൊണ്ട് നീ കണ്ണടച്ചു പിടിച്ചിരിക്കുക. കണ്ണു തുറക്ക്. പ്രകാശം നൽകുന്ന, ഇരുട്ടിനെ മാറ്റുന്ന ക്രിസ്തു അടുത്ത് നിൽപ്പുണ്ട്.